പ്രീ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ. എങ്ങനെയാണ് ഈ പ്രീ ഡയബറ്റിസിനെ റിവേഴ്സ് ചെയ്യുക? അതിന് മെയിൻലി 2 വഴികളാണുള്ളത്. ഒന്ന് ഡയറ്ററി മോഡിഫിക്കേഷൻ, 2 ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതിൽ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഡയറ്ററി മോഡിഫിക്കേഷൻസ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആഹാരക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഷുഗർ കട്ട് ഈസ് ദ കീ. ഒന്നുമില്ലെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ഏറ്റവും മിനിമം ആയിട്ട് ഷുഗർ കൺസ്യൂം ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈറ്റ് റൈസ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വൈറ്റ് റൈസ് ആണ് കഴിക്കണമെന്ന് വെച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് റെഡ് റൈസ് കൂടുതൽ കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് മില്ലറ്റ്സ് ഉൾപ്പെടുത്താൻ നോക്കുക. മില്ലറ്റ്സ് പറഞ്ഞാൽ കോഡോ മില്ലറ്റ്സ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്സ്, അങ്ങനെ പല മില്ലറ്റ്സും അവൈലബിൾ ആണ്. അതിപ്പം സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഓർഗാനിക് ഷോപ്സിലും പിന്നെ ആയുർവേദ കടകളിലും ഒക്കെ നമുക്ക് ഈ മില്ലറ്റ്സ് ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു കാര്യമാണ്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് പച്ചക്കറികളും അതുപോലെ ഇലക്കറികളും ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ നെല്ലിക്ക, കറുവപ്പട്ട, പാവയ്ക്ക, കുമ്പളം, വെണ്ടയ്ക്ക, മഞ്ഞൾ, ഇതൊക്കെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പച്ചക്കറികളും അതുപോലെ സ്പൈസസും എല്ലാം ആണ്. പിന്നെ വേറൊരു കാര്യമാണ്, ധാരാളം വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ കൃത്യസമയത്ത് മിതമായ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക. പിന്നെ നമ്മൾ റിഫൈൻഡ് ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് പ്രീ ഡയബറ്റിസിന് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.